നമസ്കാരം. ജസ്നയുടെ തിരോധാനം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ മുണ്ടക്കയത്തെ ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ മൊഴി CBI സംഘം ഇന്ന് രേഖപ്പെടുത്തും. ജസ്നയെ ലോഡ്ജിൽ വെച്ച് കണ്ടതായി ലോഡ്ജ് ജീവനക്കാരി രമണിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CBIയുടെ നടപടി. തിരുവനന്തപുരത്തെ CBI സംഘമാണ് മൊഴിയെടുക്കുന്നത്. പുതിയ വെളിപ്പെടുത്തൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്ന് ജസ്നയുടെ പിതാവ് പറയുന്നു. രമണിയുടെ വെളിപ്പെടുത്തൽ ലോഡ്ജ് ഉടമയും തള്ളിയിരുന്നു. 2018 മാർച്ച് 22-നാണ് പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്ന് ജസ്നയെ കാണാതാവുന്നത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. യുവാവിനൊപ്പം ലോഡ്ജിൽ എത്തിയതായും 3-4 മണിക്കൂറുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും വൈകിട്ട് 5 മണിയോടെയാണ് തിരിച്ചിറങ്ങിയതെന്നും മുൻ ജീവനക്കാരി പറയുന്നു. തന്നോട് ചിരിച്ചിരുന്നതായും അപ്പോൾ പല്ലിൽ കമ്പിയിട്ടിരുന്നുവെന്നും പിങ്ക് നിറത്തിലുള്ള ഡ്രസ്സാണ് ധരിച്ചതെന്നും വെളുത്ത മെലിഞ്ഞ ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു എന്നുമാണ് രമണിയുടെ വെളിപ്പെടുത്തൽ. ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ പ്രതികരണം മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടത് തന്റെ മകളല്ലെന്നും CCTV ദൃശ്യത്തിലുള്ളത് തന്റെ മകളല്ലെന്നും പോലീസിനും CBIക്കും വ്യക്തമായിരുന്നു എന്നുമാണ്. നിലവിലെ CBI അന്വേഷണത്തിൽ തൃപ്തി തോന്നുന്നു. കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് പുതിയ വെളിപ്പെടുത്തൽ. ഇതിനു പിന്നിൽ തിരോധാനവുമായി ബന്ധപ്പെട്ടവർ ഗൂഢാലോചന നടത്തുന്നുണ്ടോ എന്നുമാണ് സംശയിക്കുന്നതെന്നും പിതാവ് വ്യക്തമാക്കുന്നു. അതാണ് നമ്മളെ വഴികൾ തെറ്റിക്കാൻ ആദ്യകാലം മുതലുള്ള പ്രശ്നങ്ങൾ. നമ്മളൊരു വഴി അന്വേഷിച്ച് പോകുമ്പോഴത്തേനും വേറെ വഴിയിലേക്ക് ഒരു കൊണ്ടിരിക്കും. അത് തന്നെയായിരിക്കും വഴിതെറ്റിക്കാനുള്ളത്. നമ്മളൊരു റൂട്ടിലൂടെ പോകുന്നു, ഇനി ആ റൂട്ടിൽ നിന്ന് പിന്മാറ്റമില്ല, കൃത്യമായ റൂട്ട് തന്നെയാണ്. അത് തന്നെ ഞങ്ങളത് തള്ളിക്കളയും. ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോൾ മുഖേന CBI യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചതാണ്. അതും 191 രാജ്യങ്ങളിൽ. 2018 മാർച്ച് 22-ന് കാണാതായ ജസ്ന എവിടെയാണെന്ന കാര്യത്തിൽ സൂചനകളൊന്നും കിട്ടാത്ത സാഹചര്യത്തിലായിരുന്നു യെല്ലോ നോട്ടീസ്. ജസ്നയുടെ ഫോട്ടോ, കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ, തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ തുടങ്ങിയവ രാജ്യാന്തര പോലീസ് അംഗങ്ങളായ ഇന്റർപോളിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു രാജ്യത്ത് നിന്ന് പോലും കേസിന് സഹായമാകുന്ന വിവരങ്ങൾ CBI സംഘത്തിന് ലഭിച്ചിരുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പുത്തൻ ഓക്സിജൻ പത്തനംതിട്ടയിൽ. ഓക്സിജന്റെ പുതിയ വലിയ ഷോറൂം പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഓഗസ്റ്റ് 24. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, TV, AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, കിച്ചൺ അപ്ലയൻസ്, മൊബൈൽ ആക്സസറീസ് തുടങ്ങിയവയുടെ വലിയ ലോകം. ബെസ്റ്റ് ബ്രാൻഡുകൾ, വമ്പിച്ച ഓഫറുകൾ, മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവ്, ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം. പത്തനംതിട്ട ഓക്സിജനിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്സിജൻ, the digital expert.